പെരിന്തൽമണ്ണ ഇന്നലെ പിടിച്ചു കുലുക്കി ജനസാഗരം. പെരിന്തൽമണ്ണ UDFന്റെ വിജയാഹ്ലാദ പ്രകടനം. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത ആഹ്ലാദ പ്രകടനം. മുൻനിര നേതാക്കന്മാരും അണികളും അത് ആർഭാടമായി തന്നെയാണ് ആഘോഷിച്ചു. ഇനി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയെ ഇവർ നയിക്കും. UDF ലീഗ് നേതാക്കന്മാരുടെ കീഴിൽ പ്രവർത്തകർ ആഘോഷം കൊടുമ്പിരി കൊണ്ടു. പ്രായഭേദമന്യേ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും എല്ലാം പ്രായഭേദമന്യേ അണിനിരന്നു ആഘോഷിച്ചു. മാനോക്ക റാലിയിൽ ഭൂരിപക്ഷം നമ്മൾ ആയിക്കോട്ടെ തന്നെയാണ്. കാര്യമായിട്ടൊക്കെ പോലെ കാണുന്നേ. ഭരണം കിട്ടിയിട്ടും ഈ പാട്ട് വിട്ടിട്ടില്ല. ഇന്ന് ഇവരെയും ട്രെൻഡ് ഈ പാട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ട വിജയമാണ്. ആഘോഷിക്കും മക്കളെ, ആഘോഷിക്കും. അങ്ങനെ ആഘോഷം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഒരു കല്ല് LDFന്റെ പാർട്ടി ഓഫീസിലേക്ക് പോയി. പിന്നെ കഥ മാറി. പിന്നെ CPMന്റെ പ്രവർത്തകർ വന്ന് മുസ്ലിം ലീഗിന്റെ ഓഫീസിനെതിരെ കല്ലെറിഞ്ഞ് ആ പ്രക്ഷോഭമായി. പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വന്ന് റോഡ് ഉപരോധിച്ചു. പെരിന്തൽമണ്ണ മണ്ഡലം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. മനിസ്ഥാൻ്റെ വരെ ലോറികളും കണ്ടെയ്നറുകളൊക്കെ ബ്ലോക്കായി. ഞങ്ങൾ മടങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു. പണിക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞു നാളെ ഹർത്താലാക്കാൻ ബസ് ഉണ്ടാവില്ല, നാളെ ലീവാക്കാൻ പറഞ്ഞു. നേരമ്പോഴത്തേക്കും കഥ മാറി. അങ്ങനെ ഭരണത്തിൽ കയറി ഫസ്റ്റ് പ്രഖ്യാപിച്ച ഹർത്താലടക്കം പിൻവലിക്കേണ്ടി വന്നു.